കൊല്ലത്ത് മേയർ രാജിവെച്ചതോടെ പുതിയ മേയറെ തീരുമാനിക്കാൻ LDF മുൻധാരണ പ്രകാരം CPI അംഗമാണ് മേയർ ആവേണ്ടത്. കഴിഞ്ഞ ദിവസമാണ് മേയർ പ്രസന്ന ഏണസ്റ്റ് രാജിവെച്ചത്. വിനീഷ് വിവരങ്ങളുമായി. വിനീഷ്, 4 വർഷം കഴിഞ്ഞു. ധാരണ പ്രകാരം ഇപ്പോ പുതിയ മേയർ വരേണ്ടതുണ്ട്. ആരുടെയൊക്കെ പേരുകൾക്കാണ് മുൻഗണനയുള്ളത്? കൊല്ലം കോർപ്പറേഷനിലെ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ നാടകീയ സംഭവങ്ങൾക്ക് ഒടുവിലാണ് മേയറുടെ രാജി ഉണ്ടായത്. കഴിഞ്ഞ ദിവസം കൂടിയ കൗൺസിൽ യോഗത്തിന് ശേഷമായിരുന്നു മേയർ പ്രസന്ന ഏണസ്റ്റ് രാജി സമർപ്പിച്ചത്. മുന്നണിയിലെ ധാരണ പ്രകാരമാണ് രാജിവെച്ചതെന്നായിരുന്നു മാധ്യമപ്രവർത്തകരോട് പറഞ്ഞത്. അവസാന 1 വർഷമാണ് മേയർ സ്ഥാനം CPIക്ക് എന്നായിരുന്നു മുൻ ധാരണ. ഈ കാലാവധി കഴിഞ്ഞിട്ടും പ്രസന്ന ഏണസ്റ്റ് മേയർ സ്ഥാനം ഒഴിഞ്ഞു നൽകാൻ തയ്യാറായിരുന്നില്ല. ഇത് CPIയെ വലിയ ഒരു കടുത്ത പ്രതിഷേധത്തിലേക്കാണ് കൊണ്ടെത്തിച്ചത്. തുടർന്നായിരുന്നു ഡെപ്യൂട്ടി മേയർ സ്ഥാനവും 2 സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ സ്ഥാനങ്ങളും CPI രാജിവെച്ചത്. ഈ ഒരു സംഭവം വലിയ ഒരു വിവാദമായി മാറിയ ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. അന്ന് തന്നെ, അതായത് ഇവർ രാജിവെച്ച ദിവസം തന്നെ ഫെബ്രുവരി 10-ന് താൻ സ്ഥാനം ഒഴിയുമെന്ന് പ്രസന്ന ഏണസ്റ്റ് വ്യക്തമാക്കിയിരുന്നു. ഇത് പ്രകാരമായിരുന്നു കഴിഞ്ഞ ദിവസം രാജി സമർപ്പിച്ചത്. ഇതോടെ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത ഒരു ഭരണ സംവിധാനത്തിലേക്ക് കൊല്ലം കോർപ്പറേഷൻ മാറിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ഈ മേയറും ഡെപ്യൂട്ടി മേയറും ഇല്ലാത്ത സാഹചര്യത്തിൽ വികസന സ്ഥിരം സമിതി അധ്യക്ഷയായ ഗീതാകുമാരിക്കാണ് മേയറുടെ ചുമതല ഉണ്ടാവുക എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ പ്രധാന സ്ഥാനങ്ങൾ ഒഴിഞ്ഞു കിടക്കുന്ന സാഹചര്യത്തിൽ കൗൺസിൽ യോഗങ്ങളടക്കം വെല്ലുവിളിയായി മാറുന്ന ഒരു സാഹചര്യവും നിലവിലുണ്ട്. ബജറ്റ് തയ്യാറാക്കുന്ന പ്രവർത്തനം തുടങ്ങിയ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോഴാണ് ഇത്തരത്തിലുള്ളൊരു പ്രതിസന്ധി ഉണ്ടായിരിക്കുന്നത്. ഇനിയിപ്പോൾ ഈ പുതിയ മേയറും ഡെപ്യൂട്ടി മേയറും തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഏകദേശം ഒരു 20 ദിവസം കുറഞ്ഞത് വേണ്ടിവരുമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. ശരി, വിനീഷാണ് വിവരങ്ങൾ നൽകിയത്.